എല്ലാ രീതിയിലും നല്ലതായിട്ടാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് സംഭവിച്ചു. പിന്നെ അയ്യപ്പനെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തും വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഡേറ്റ് കിട്ടു നമ്മൾ ഇന്ന് വരുന്നത് സംഭവം. അപ്പോൾ പെട്ടെന്ന് ടി വിയിൽ 2-3 ദിവസം മുമ്പ് ഭയങ്കര ആൾക്കാരും തിരഞ്ഞു നീങ്ങി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു ടെൻഷനായി. വാർത്ത മുഴുവനും ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ഇത് കണ്ടപ്പോൾ വല്ലാണ്ടായിപ്പോയി. പക്ഷേ വരുമ്പോൾ മനസ്സിലായി അത് നിയന്ത്രണത്തിന് ആദ്യം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രശ്നമില്ല, സുഗമമായ നടത്തിപ്പാണ്. എല്ലാ രീതിയിലും നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അയ്യപ്പൻ നമ്മളെ എന്താ പറയണ്ടത്, അതൊരു ലോകൈകനാഥൻ. അല്ലെങ്കിൽ അത് വരുന്ന സാധാരണ നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന പോലെ പോകേണ്ട സ്ഥലമല്ലല്ലോ ഇത്. കൊച്ചമയൊക്കെ വേണം. നമുക്ക് കുറച്ച് ക്യൂ നിന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അയ്യപ്പനെ കാണാനല്ലേ വരുന്നത്, മലയുടെ മുകളിലല്ലേ അവരെ പാത താണ്ടി ഏതോ ഒരു എത്തുന്ന സ്ഥലമില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ക്യൂ നിന്നാലും ഒന്നും പ്രശ്നമില്ല. എല്ലാം നല്ലതായിട്ട് വരുന്നത്. എല്ലാം പിന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ ആ ഒരു അയ്യപ്പൻ്റെ ഒരു ഒരു ശക്തി നമ്മളത് നിൽക്കുന്നുണ്ട്. അതിലൊരു സംശയമില്ല. അല്ല ജാതിയോ മതത്തോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ലോകത്തുനിന്ന് പല ആൾക്കാരും വരുന്ന സ്ഥലമല്ലേ, ആരൊക്കെ വരാം, എന്താ വരാം. അല്ലാണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ. അപ്പോൾ നിറയെ ആളുണ്ടാവും. അപ്പോൾ ആൾക്കാർ കൂടി വരുന്നുണ്ട്. പക്ഷേ വളരെ സുഗമമായ നടപ്പല്ല വന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ വരാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ അങ്ങനെ വരാൻ പറ്റില്ല. ഞാനൊരു 25 വർഷങ്ങൾക്ക് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അല്ല അതിനുമ്പത്തെ വർഷം വന്നു, 2 വർഷം വന്നു. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടായി, അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അത് മനസ്സിൽ നമ്മൾ ഇവിടെ വയസ്സായ എത്രയോ പ്രായമുള്ള ആൾക്കാർ വരുന്നത്, കുഞ്ഞു മക്കൾ വരുന്നത്, പല പ്രായത്തിലെ ആൾക്കാർ വരുന്നത്, എല്ലാം മനസ്സിൽ അവർക്ക് ഈടെ അർപ്പിക്കുകയെന്ന്. അവിടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം കൊണ്ട് അർപ്പിക്കും. അവർക്ക് സമാധാനമാണ്, അവർക്ക് സന്തോഷമാണ്. എൻ്റെ അയ്യപ്പ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും സന്തോഷം, ഭയങ്കര പോസിറ്റീവാണ്. നമുക്കിവിടെ ഭയങ്കര എനർജിയാണ്. അതുണ്ട്, ഒരു ശക്തിയല്ലേ ഇത്. അല്ലാണ്ട് വരുമല്ലോ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ അത് ചെറിയ ഒരു ശക്തിയല്ല, അത് വലിയ ശക്തി തന്നെയാണ്.